അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് പി സി ബിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഈഗിൾ. ജസ്റ്റ് ഗെറ്റ് ഇൻ ടു പി സി സൈറ്റിൽ കൂടെ എടുത്താൽ മതി, എളുപ്പമാണ്. അത് എല്ലാവരും നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് പെയ്ഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു പി സിയുടെ അകത്ത് കയറിയിട്ട് ഓട്ടോഡെസ്ക് ഈഗിൾ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ എടുക്കുക, അതിൻ്റെ അകത്ത് ന്യൂ, അതിൻ്റെ അകത്ത് പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ജസ്റ്റ് അവിടെ റീനെയിം കൊടുത്താൽ മതി. ഞാൻ ഇവിടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞൊരു ഒരു PCB ലേഔട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ RC കപ്പിൾഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞ് സേവ് ആക്കിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, സ്കീമാറ്റിക് എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനിലായിട്ട് നമുക്ക് ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് കമ്പോണൻസ് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് നമുക്ക് കമ്പോണൻസ് സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമുക്ക് ഡബിൾ കോഡ്സിനുള്ളിൽ വേണം, ഡബിൾ കോഡ്സ് അല്ല സോറി 2 സ്റ്റാറിനുള്ളിൽ വേണം നമ്മൾ എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം ഒരു ടെർമിനൽ ഒരു ജസ്റ്റ് ഒരു കണക്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 2 ഡബിൾ കോഡ്സിനുള്ളിൽ M02 എന്ന് എടുക്കും. എന്നിട്ട് ജസ്റ്റ് അതെന്താണ് ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് പേരെടുത്ത് എൻ്റർ എടുത്തതിന് ശേഷം എനിക്കിപ്പോൾ ഞാൻ ജസ്റ്റ് സർക്യൂട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് RC കപ്പിളിൻ്റെ. അതിലൊരു 3 RC കപ്പിൾ കണക്ടർ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടേ M02 സൈഡിലായിട്ട് ഗ്രീൻ കളർ ഉണ്ട്, ആ ഗ്രീൻ കളറിലുള്ള വേണം നമ്മൾ എടുക്കാൻ. അത് കഴിഞ്ഞാൽ അടുത്ത കമ്പോണൻ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1204/7 എന്ന് പറഞ്ഞാൽ ഡബിൾ കോഡ് 2 സ്റ്റാറിൻ്റെ അകത്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് വരും, അഡാഫ്രൂട്ടിൻ്റെ തന്നെ വരും. അതിൻ്റെ അകത്ത് RUS എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് വരാം, RCL ഉണ്ട്. അപ്പോൾ നമുക്ക് RCL അല്ല നമുക്ക് വേണ്ടത്, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ പല റെസിസ്റ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ REU എന്ന് പറഞ്ഞുള്ള ഒരെണ്ണമാണ് എടുക്കുന്നത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് അത് എടുക്കുക, ജസ്റ്റ് ഓക്കെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഞാൻ റെസിസ്റ്റർ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ റെസിസ്റ്റർ ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാം. അത് നമ്മളെ സർക്യൂട്ട് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ സ്കീമാറ്റിക് ഡിസൈൻ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റെസിസ്റ്ററൊക്കെ പ്ലേസ് ചെയ്ത് വേണമുള്ള സ്ഥലത്തൊക്കെ 4 റെസിസ്റ്റർ. ഇപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ 4 റെസിസ്റ്റർ വേണം, ജസ്റ്റ് റെസിസ്റ്റർ വെച്ച്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കമ്പോണൻറ്റ്സ് എടുക്കുകയാണ്. കമ്പോണൻറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ടോപ്പ് സൈഡിൽ തന്നെ ആഡ് എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു റെസിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു, അതും വെച്ചിട്ട് അടുത്ത കമ്പോണൻറ്റ് സെർച്ച് ചെയ്യുകയാണ്. കപ്പാസിറ്റർ എന്ന് ഞാൻ അടിക്കുകയാണ്. കപ്പാസിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് കപ്പാസിറ്റർ വരും. അതിൻ്റെ അകത്ത് നമ്മൾ അഡാഫ്രൂട്ടിൻ്റെ ആണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് സൈഡിലായിട്ട് ഒരു ഇത് കാണാൻ പറ്റും, ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ആ ആരോ മാർക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സ്പാർക്ക് ഫൺ അല്ലെങ്കിൽ അഡാഫ്രൂട്ട് ഈ 2 ഞാൻ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ റൈറ്റ് സൈഡിൽ ടോപ്പ് സൈഡിലായിട്ട് ഗ്രീൻ കളറും റെഡ് കളറും വരും. നമ്മൾ മാക്സിമം എടുക്കുന്നത് ഗ്രീൻ കളറാണ്, എന്താണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഞാൻ അഡാഫ്രൂട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പം ജസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്ത് പ്ലേസ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ക്യാൻസൽ എടുത്ത് അടുത്ത റെസിസ്റ്റർ അടുത്ത കപ്പാസിറ്റർ നോക്കി അതെടുത്ത് വെച്ച് കറക്റ്റ് ജസ്റ്റ് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അതങ്ങനെ പ്ലേസ് ചെയ്യുകയാണ്. സർക്യൂട്ട് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ കപ്പാസിറ്റർ എടുക്കാം. എനിക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പാർട്ട് നമ്പർ അടിക്കാൻ വേണ്ടി അടുത്ത കമ്പോണൻ്റ് എടുത്ത് BC107 എന്ന് പറഞ്ഞുണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റർ വയ്ക്കാം. നമ്മുടെ കൺസ്ട്രക്ട് ചെയ്യുന്ന മോഡലിൻ്റെ പേരെന്താണ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ 2 ട്രാൻസിസ്റ്റർ വേണം. അപ്പോൾ ജസ്റ്റ് BC107 എന്ന് അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ട്രാൻസിസ്റ്റർ കിട്ടും. അതിന് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഓക്കെ അടിക്കുമ്പോൾ തന്നെ ട്രാൻസിസ്റ്റർ വരും. അതിനുശേഷം ഞാൻ കറക്റ്റ് രീതിയിൽ ഒന്ന് ലേ ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. ആ നെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുക. അതെടുത്ത് എവിടെയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രീൻ കളറിൻ്റെ നെറ്റ് അതെടുത്തതിന് ശേഷം ജസ്റ്റ് ഞാൻ എല്ലാ കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങനെ കമ്പോണൻറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ് എന്നൊരു ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം കറക്റ്റ് മൂവ് ചെയ്തതിന് ശേഷം
പിന്നെ ഞാൻ നെറ്റിലെടുത്തിട്ട് ജസ്റ്റ് കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ഓരോരോ റെസിസ്റ്റൻസും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കമ്പോണൻസ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം. ജസ്റ്റ് മൂവ് എടുക്കുക, ആ കമ്പോണൻസിൻ്റെ നടുക്കത്തെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി നെറ്റ് എടുത്തിട്ട് വീണ്ടും അടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിൽ കണക്ട് ചെയ്ത് അടുത്ത റെസിസ്റ്ററും ട്രാൻസിസ്റ്ററും പിന്നെ 2 റെസിസ്റ്റർ R2 R4 തമ്മിൽ കണക്ട് ചെയ്ത് എന്നിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത കണക്ടറായ അതെടുത്തിട്ട് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മൂവ് എടുത്തിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം വീണ്ടും നെറ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ വീണ്ടും കണക്ട് ചെയ്യാൻ എടുത്തു. ഓക്കെ, ജസ്റ്റ് ആ ഗ്രീൻ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രീൻ കളർ നെറ്റ് കൊടുത്ത് വീണ്ടും കപ്പാസിറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് പ്രോസസ്സാണ്. ജസ്റ്റ് അതങ്ങോട്ട് അടുത്ത മൂവ് ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ ആ കപ്പാസിറ്ററിൻ്റെ കറക്റ്റ് മൂവ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലോട്ടാക്കിയതിന് ശേഷം ഞാൻ എന്താ നെറ്റ് എടുത്ത് കണക്ട് ചെയ്തു. മാക്സിമം ഇത് മൗസ് വെച്ച് തന്നെ ചെയ്യാൻ നോക്കണം. മൗസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഡ്രാഗ് ചെയ്യുന്ന കണക്ക് കിട്ടും. നമ്മൾ എല്ലാവരും മൗസ് പാഡ് ഉപയോഗിക്കണമെന്ന് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നാൽ അഥവാ എന്തെങ്കിലും തെറ്റ് വന്നാൽ Ctrl+Z അങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കൊന്ന് ബാക്ക് ഇറങ്ങാൻ പറ്റും. അതിനുശേഷം വീണ്ടും നെറ്റാണ് ഓൾറെഡി സേവ് ആയി കിടക്കുന്നത്. ജസ്റ്റ് കണക്ട് ചെയ്ത് സർക്യൂട്ട് തമ്മിൽ ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാനൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കപ്പാസിറ്ററും കൊടുത്ത് റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിൽ കണക്ട് ചെയ്ത് ആ കണക്ടർ എടുത്തിട്ട് അവിടെയും ജോയിൻ ചെയ്യിപ്പിച്ച് കോമൺ ഗ്രൗണ്ട് കണക്ക് കൊടുക്കുന്ന രീതിയിൽ എന്നിട്ട് ഫസ്റ്റ് കണക്ടർ എടുത്തിട്ട് ഏറ്റവും താഴെയായിട്ട് കണക്ട് ചെയ്ത് ലാസ്റ്റ് അതെടുത്ത് അവിടെയും കൊടുത്ത് ഏറ്റവും ലാസ്റ്റത്തെ എടുത്ത് ഏറ്റവും താഴത്തെ ഗ്രൗണ്ടിലായിട്ട് കണക്ട് ചെയ്തു. ഇത്ര ആയപ്പം എൻ്റെ സ്കീമാറ്റിക്കിൻ്റെ ഒരു പോർഷൻ ഫുള്ള് കഴിഞ്ഞ് അതിനുശേഷം സൈഡിലായിട്ട് AB എന്നൊരു ഓപ്ഷൻ കാണാമല്ലേ, ആ ABയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈനിൽ ലേബൽ കൊടുക്കാൻ പറ്റും. എന്നിട്ട് R2 എന്ന് കൊടുക്കുക, അത് വാല്യൂ ആണ്. ആ വാല്യൂ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ അവിടെ എന്താണ് എൻ്റെ കോമൺ ഗ്രൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ ലൈനിനെ കോമൺ ഗ്രൗണ്ടാക്കി പേര് കൊടുത്ത് AB ക്ലിക്ക് ചെയ്തതിന് ശേഷം R2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. R2 എന്ന് വെച്ചാൽ വാല്യൂ ആണ്. അത് നെക്കിയിട്ട് വാല്യൂ എടുത്ത് ആദ്യത്തെ ലേബൽ പിന്നെ നെയിം, വാല്യൂ അല്ല നെയിം എന്നൊരു ഓപ്ഷൻ കാണാം, ലേബൽ ചെയ്യണം. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇപ്പം ഞാൻ നെയിമാണ് കൊടുക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. അപ്പോൾ R3 R5 നെയിം കൊടുക്കണമെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. ഞാൻ എന്താ ജസ്റ്റ് VIN എന്ന് പറഞ്ഞ് ഇൻപുട്ട് നെയിം കൊടുത്തേക്കാണ്. നെയിം കൊടുക്കണമെങ്കിൽ സൈഡിലായിട്ട് R2 എന്ന ഓപ്ഷൻ കാണാം, R2 കൊടുത്തു കഴിഞ്ഞാൽ നെയിമിങ് ചെയ്യാൻ പറ്റും. ഓരോത്തിനും നമുക്ക് സർക്യൂട്ട് നെയിമിങ് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഓരോ റെസിസ്റ്ററും ഞാൻ ചെയ്യുന്നു, കാരണം അടുത്ത ലേ ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ ഓരോ സർക്യൂട്ടിന് കറക്റ്റ് പേരും നെയിം കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് R2 എന്നൊരു ഓപ്ഷൻ കാണാം, അതാണ് നെയിം കൊടുക്കുന്ന ബട്ടൺ. ജസ്റ്റ് അതും കൊടുത്ത് എല്ലാത്തിൻ്റെയും കണക്ടറിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ഔട്ട് പേരും കൊടുത്ത് സേവ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തുണ്ട് വാല്യൂ എന്ന് കാണാം, R2_10K നടക്കാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റും. അപ്പം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എടുക്കാം. നമുക്ക് എത്ര വാല്യൂ ആണോ കൊടുക്കേണ്ട ആ വാല്യൂ എടുക്കാം. അപ്പം 9 വോൾട്ട് എൻ്റെ കണക്ടറിന് ഞാൻ 9 വോൾട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അത് നെയിം കൊടുക്കണമെങ്കിൽ അപ്പുറത്തെ നെയിം കൊടുക്കാം, തൊട്ടപ്പുറത്ത് തന്നെ വാല്യൂ. ഏതെങ്കിലും ഒരു ലൈനിന് ലേബൽ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ആ AB എന്ന ലേബലിൽ ക്ലിക്ക് ചെയ്യണം. ഇത്ര ആയപ്പം നെയിമിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്
എയിമിങ്ങും കഴിഞ്ഞ് ഇനി എനിക്ക് വേണമെങ്കിൽ റെസിസ്റ്ററിനൊക്കെ വാല്യൂ എടുക്കണമെങ്കിൽ ജസ്റ്റ് ലേബൽ ചെയ്ത് പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ താഴെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ERC ക്ലിക്ക് ചെയ്യുമ്പോൾ എറർ കാണാം, വാർണിംഗ് കാണും, അത് നോക്കണ്ട. എറർ ഉണ്ടെങ്കിൽ അവിടെ എറർ കാണിക്കും. അപ്പോൾ എറർ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഗ്രീൻ കളറിലെ ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എന്തായും ജനറേറ്റായി PC. അപ്പോൾ നേരത്തെ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം നമ്മൾ സ്കീമാറ്റിക് കളിച്ച് ഇനി നമ്മളെന്താ ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്ത് ഇനി നമുക്ക് എന്താ PCB ലേഔട്ടാണ് വരയ്ക്കാനുള്ളത്. PCB ലേഔട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ നേരത്തെ നമ്മൾ വെച്ച കമ്പോണൻസ് തന്നെ ഞാൻ എന്താ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ ഇതിൻ്റെ മെയിൻ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് ഒരുപാട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുരിയും കിടക്കുക, അത് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് കറക്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഓവർലാപ്പ് ആവാത്ത രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ എയിം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ റെസിസ്റ്ററും ഓരോ കമ്പോണൻസ് എന്ന് പറയാം എല്ലാം വരുമല്ല, അതിൻ്റെ അത് കമ്പോണൻസ് റെസിസ്റ്റർ ആണെങ്കിലും ട്രാൻസിസ്റ്റർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും കണക്ടർ ആണെങ്കിലും എല്ലാം നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാണ് ഇവിടെ ചെയ്യുന്നത് വിത്തൗട്ട് എനി ഓവർലാപ്പിംഗ്. ഓവർലാപ്പൊന്നും വരാത്ത രീതിയിൽ നമ്മളെന്താ ഓരോ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ എന്താ ജസ്റ്റ് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ജസ്റ്റ് സർക്യൂട്ടുകൾ കറക്റ്റ് രീതിയിൽ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്കും സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൾഡായി കിടക്കുന്ന ഓരോ റെസിസ്റ്റർ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സൂമിൻ ചെയ്ത് നോക്കുക, എന്നിട്ട് നോക്കണം ഇങ്ങനെ ഓവർലാപ്പ് ആവാത്ത രീതിയിൽ കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ജസ്റ്റ് കുരുക്ക് വരാത്ത രീതിയിൽ ഓരോ റെസിസ്റ്ററും കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററൊക്കെ പ്ലേസ് ചെയ്യണം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് സൂം ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഓവർലാപ്പായിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ. മൗസ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം, മൗസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്കോ എല്ലാം ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാവും. ഇപ്പോൾ തന്നെ ഇത് കണ്ടോ ഓവർലാപ്പായിട്ടിരിക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കറക്റ്റ് മനസ്സിലാവും. ആ മൈനസ് ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ എന്താ വീണ്ടും എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അങ്ങനെ ഓരോ കമ്പോണൻസ് പറക്കി ഞാൻ കറക്റ്റ് രീതിയിൽ ഓവർലാപ്പ് ആവാത്ത രീതിയിൽ കറക്റ്റ് ഇങ്ങനെ വെക്കുകയാണ്. ആ മൈനസിൽ ഞെക്കിയാൽ അപ്പോൾ സൂം ഔട്ടാവും. അതിൻ്റെ അടുത്ത റെസിസ്റ്റർ എടുത്ത് വയ്ക്കുകയാണ്, അടുത്ത കണക്ടർ എടുത്ത് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത റെസിസ്റ്റർ ഏതാണ് ഇനി നമുക്ക് 4 കമ്പോണൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റെസിസ്റ്റർ എടുത്ത് ആ പേര് ഇപ്പോൾ ഡ്രാഗായി വരും, പേരെടുക്കാതെ കറക്റ്റ് അതിൻ്റെ കമ്പോണൻ്റെ നടുക്കൊരു പ്ലസ് കാണാം, ആ പ്ലസ്സിൽ തന്നെ ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് റെസിസ്റ്റർ എടുത്ത് അവിടെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് അടുത്ത റെസിസ്റ്റർ അല്ലെങ്കിൽ അടുത്ത കപ്പാസിറ്റർ എടുക്കാം. കപ്പാസിറ്റർ എടുത്ത് കറക്റ്റ് കപ്പാസിറ്റർ വെക്കേണ്ട രീതിയിൽ വെച്ച് എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി വരുമ്പോൾ അത് അതേപോലെ തന്നെ വരണമെന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്കും വരുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തിട്ട് ഞാൻ എന്താ ജസ്റ്റ് എൻ്റെ ഈ ഇടയ്ക്കുള്ള ഈ ഫോൾഡിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന. ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത് ലോജിക്കാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്നെക്കാളും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അത് ജസ്റ്റ് നോക്കിയാൽ മതി. റൊട്ടേറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് റൊട്ടേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ കറക്റ്റ് വരും കണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് പെർഫെക്റ്റായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് അടുത്ത കമ്പൗണ്ടൊക്കെ വെക്കേണ്ടതൊക്കെ കറക്റ്റ് രീതിയിൽ ഫോൾഡ് ആവാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് കാണുമ്പോൾ ഒരു കുരുക്ക് ഇല്ലാത്ത രീതിയിൽ കണ്ട. ഇത് കറക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ കൊടുത്ത് കണ്ട ഓവർലാപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്ത് ഇത് കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് നോക്കി ഇനി ലാസ്റ്റ് ഒരു റെസിസ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ മൈനസ് നോക്കിയിട്ട് കണക്ടർ എടുത്ത് വയ്ക്കുക. കണക്ടറും കൂടി എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് സൂം ചെയ്ത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്തിരിക്കുക. ജസ്റ്റ് നടുക്കത്ത് ആ പ്ലസ്സിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റ് രീതി വന്നു. ഇനി ജസ്റ്റ് ഞാൻ ഇതൊന്നും ഇങ്ങനെ വെച്ച് ഇതും വെച്ച് ഓക്കെ, അത്യാവശ്യം കുരുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ റൂട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൻ്റെ അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോരുത്തരും കണക്ട് ചെയ്യണം. ഇത് നോക്കുമ്പോൾ കണ്ട മുകളിലായിട്ട് ഇങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ ആ കണക്ടർ കാണാം. ആ ക്യാപ്സ്യൂൾ രൂപത്തിൽ അത് കണക്ട് ചെയ്യാവും എന്ന് വെച്ചാൽ ഒന്നുകിൽ ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഈ കണക്ട് ചെയ്യുന്ന ലൈൻ ഒരിക്കലും 90 ഡിഗ്രി ആവരുത്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇങ്ങനെ നമ്മളെന്താ ആ വയർ ഇൻസേർട്ട് ചെയ്യാവും, അല്ലാണ്ട് ഒരിക്കലും എടുത്ത് ഡയറക്റ്റ് നമ്മളെടുത്ത് കണക്ട് ചെയ്തുകൂടാ.
എന്നിട്ട് അപ്പോൾ അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് സൂമിൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്ത സ്റ്റാർട്ടിങ് ലൈൻ കണ്ട GND എന്ന് എഴുതിയിട്ടുണ്ട്. ആ GND കൊണ്ട് എവിടെ കണക്ട് ചെയ്യണം? അപ്പുറത്തെ ലൈനിൽ എവിടെ കൊണ്ട് എന്ത് ചെയ്യുക? GNDയിൽ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അവിടെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ആംഗിളിലെ കൊടുക്കുക. അല്ലാതെ കറക്റ്റ് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ വരും. എറർ വരുമെന്ന് വെച്ചാൽ അതൊരു പ്രോപ്പർ വേ അല്ല. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കൊടുക്കുക. ഇനി അടുത്തെടുക്കണം. എന്താ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് NS3 എന്ന് പറഞ്ഞ് കിടക്കാം. ആ NS3 എവിടെ കൊണ്ട് കണക്ട് ചെയ്യിക്കുന്നത്? കറക്റ്റ് നോക്കുമ്പോൾ ആ ഒരു എൻഡിലാണ് കൊണ്ട് കണക്ട് ചെയ്യിക്കുന്നത്. അടുത്തത് വീണ്ടും നിങ്ങൾ സൂമിൻ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ മൊഡ്യൂൾ എവിടെ കണക്ട് ചെയ്ത് പോയിക്കുന്നുണ്ട്. ഇതിങ്ങനെ 90 ഡിഗ്രി വരുവാണെങ്കിൽ തെറ്റാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ബെൻഡ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അടുത്ത അഥവാ ഇതിന് വരെ തെറ്റിപ്പോകുന്ന കണക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി, എസ്കേപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. ഇനി അടുത്തത് വീണ്ടും സൂമിൻ ചെയ്യുക. ഗ്രൗണ്ട് എന്നാണ്. ആ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. അടുത്ത വീണ്ടും എടുക്കുക. ഈ എൻഡിൽ നിന്ന് ഇവിടെ നിന്നുണ്ട് NS3 എടുത്ത് എവിടെ കണക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നവർ. NS3 എടുത്ത് ആ ഒരു പിന്നിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുക. അപ്പോൾ വീണ്ടും ആ റൂട്ട് എടുക്കുക. ജസ്റ്റ് എടുത്ത് കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ചില വയറുകളൊക്കെ ഓട്ടോമാറ്റിക്കലി പോകും. കാരണം കോമൺ ഗ്രൗണ്ട് അല്ല കൊടുത്തത്. അപ്പോൾ ചില വയറുകളൊക്കെ നമ്മൾ വേറൊരു വയർ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് കട്ടായി പോകും. അതിൻ്റെ അടുത്ത വയർ കൊടുക്കണം. NS5 എടുത്തിട്ട് എവിടെ കണക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരച്ച് വരുമ്പോൾ ലാസ്റ്റ് ഔട്ട് ഇങ്ങനെ വരും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് 4 ഭാഗവും ഞാൻ ജസ്റ്റ് ഇതാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം കൂടി വരച്ച് കഴിയുമ്പോൾ ഔട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആ മൂവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 4 എൻഡ് ഞാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്രോപ്പ് ചെയ്തെടുക്കണം. ഒന്നും കട്ടായൊന്നും പോകാതെ ഏറ്റവും മാക്സിമം നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററും ഓവർലാപ്പ് വരാത്ത രീതിയിൽ ഇങ്ങനെ ചുരുക്കി മാക്സിമം എടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് മൂവ് എടുത്തിട്ട് 4 ഭാഗവും ഞാൻ എന്താ ചെയ്തത്? ആദ്യം മിനിമൈസ് ചെയ്ത് ഏറ്റവും രീതിയിൽ സ്മാളാക്കിയതിന് ശേഷം എന്ത് ചെയ്ത് ഇത്രയാക്കി കഴിഞ്ഞ് അതിന് ശേഷം നിങ്ങൾക്ക് പോളിഗൺ എന്നൊരു ഓപ്ഷൻ കാണാം, ഒരു ഹെക്സഗൺ ഷേപ്പ്. അതെടുക്കുക. ഒരു എൻഡിന് ഇങ്ങനെ ജസ്റ്റ് വരച്ച് വരിക. ആ എൻഡ് ഞെക്കിയിട്ട് വീണ്ടും മുകളിലോട്ട് പോവുക. അവിടെ ഞെക്കിയിട്ട് പിന്നെ വീണ്ടും പോയി കേട്ടോ. 1 സെക്കൻഡ്. ഓക്കെ. എന്തെങ്കിലും തെറ്റ് തന്നെ കൺട്രോൾ ഇസ് അടിച്ചാൽ വീണ്ടും പോളിഗൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ND ക്ലിക്ക് ചെയ്യുക. വീണ്ടും മുകളിലോട്ട് പോവുക. ND ക്ലിക്ക് ചെയ്യുക. വീണ്ടും മുകളിൽ എത്തുക. ആ ND ക്ലിക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും താഴെ വരിക. താഴെ വന്ന് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളടുത്തൊരു കാര്യം ചോദിക്കും, സിഗ്നൽ നെയിം കൊടുക്കാം. അപ്പം ഫുള്ളി നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പം ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ ഫുള്ള് അത് ഗ്രൗണ്ട് ആയി കാണിക്കും. അതിനുശേഷം ലാസ്റ്റ് റാസ്നെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളി അതെന്തായി? റാസ്നെറ്റ് ആയി കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളെന്താ സോൾഡർ മാസ്ക് കൊടുത്തുന്ന സൈഡിൽ മാനുഫാക്ചറിങ് എന്ന സംഭവം കാണാം. ടോപ്പ് സൈഡ് വയ്ക്കുക, ടോപ്പ് സൈഡ് കാണാം. ബോട്ടം സൈഡ് വയ്ക്കുക, ബോട്ടം സൈഡ് കാണാം. ഡ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രില്ല് കാണാം. ഇത്രയായപ്പോൾ എന്തായി? ഇതാണ് നമ്മുടെ PCB ലേഔട്ട്.